വയനാട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന്റെ ടയർ ഊരിത്തെറിച്ചു. പുൽപ്പള്ളി വിജയ സ്കൂളിന് മുന്നിലാണ് അപകടം. വാഹനത്തിന് വേഗത കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കമൽ വിവരങ്ങളുമായുണ്ട്. കമൽ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, അത് ടയർ ഊരിപ്പോവുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ അപകടത്തിനൊക്കെ ഇടയാകുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ മറ്റൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസകരം. എന്തായിരുന്നു സംഭവിച്ചത്? വാഹനത്തിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നോ? വിവരങ്ങൾ. അക്ഷയ, ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. പുൽപ്പള്ളി ടൗണിൽ വിജയ സ്കൂളിന് മുന്നിൽ വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന്റെ പിൻവശത്തെ ടയർ ഊരിത്തെറിച്ചത്. ടയർ തെറിച്ചുപോയി, പിന്നീട് സീബ്ര ലൈനിൽ കൂടി ഉരുണ്ടു പോവുകയും ചെയ്തു. ആ ഭാഗത്തും ആളുകളില്ലാത്തതിനാൽ ടയർ ആരുടെയെങ്കിലും ദേഹത്ത് തട്ടി അപകടമുണ്ടാകുന്ന സാഹചര്യം ഒഴിവായി. മറ്റൊന്ന്, ഈ ജീപ്പിൽ യാത്രക്കാരുണ്ടായിരുന്നു. കാര്യമ്പാതി എന്ന സ്ഥലത്ത് നിന്ന് യാത്രക്കാരുമായി പുൽപ്പള്ളി ടൗണിലേക്ക് വരുന്ന ജീപ്പായിരുന്നു. യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും വേഗത കുറവായിരുന്നു ടൗൺ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഉണ്ടാകാതിരുന്നത്. അതെന്തായാലും ആശ്വാസകരമായി. മെല്ലെയാണ് ജീപ്പ് വന്നിരുന്നത്. എന്തായാലും ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ടയർ ഊരിത്തെറിക്കുക എന്ന് പറയുന്നത് ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു അപകട സാധ്യത അറിയാം. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം അങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ്. തീർച്ചയായും. അതായത് ആ വാഹനത്തിലിരുന്ന ആളുകളും ഒരു പക്ഷേ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത. തൊട്ടടുത്തുകൂടി അതേ സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ വരികയാണെങ്കിൽ അവിടെ ടയർ തട്ടി അപകടത്തിന് സാധ്യത, നടന്നു പോകുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് അപകടത്തിലുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആശ്വാസകരം, ഭാഗ്യമെന്നൊക്കെ നമുക്ക് പറയാം. മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത്. പുൽപ്പള്ളിയിലാണ് സംഭവം. പുൽപ്പള്ളി വിജയ സ്കൂളിന് മുൻപിലുള്ള റൂട്ടിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്.